നെന്മാറയിലെ കൊടും കൊലയാളി ചെന്താമരയ്ക്ക് ആയി പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന്. കസ്റ്റഡിയിൽ കിട്ടിയ ശേഷം തെളിവെടുപ്പ്. ജനരോഷം മുൻകൂട്ടി കണ്ട് കനത്ത സുരക്ഷയൊരുക്കും. ശാസ്ത്രീയ തെളിവുകൾക്കായി കൊലപാതക സീൻ പുനഃസൃഷ്ടിക്കും. ചോറ്റാനിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെ കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ്. പ്രതി അനൂപിനെ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവരും. പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ആശുപത്രി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ SC/ST ഫണ്ട് തട്ടിപ്പ് അന്വേഷണം അട്ടിമറിക്കുന്നു. ക്രമക്കേടിന് ചുക്കാൻ പിടിച്ച ഉദ്യോഗസ്ഥന് വകുപ്പ് ആസ്ഥാനത്ത് ഉന്നത പദവിയിൽ നിയമനം. സീനിയർ സൂപ്രണ്ട് മനോജിനെതിരായ കുറ്റാരോപണ പത്രിക ന്യൂസ് 18 പുറത്തുവിടുന്നു. ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് റിപ്പോർട്ടിൽ വ്യക്തം. UDF മലയോര സമരയാത്രയിൽ ഇനി PV അൻവറും. ഇന്ന് നിലമ്പൂരിലെത്തുന്ന യാത്രയോടൊപ്പം ചേരും. VD സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് എടക്കരയിൽ സ്വീകരണം രാവിലെ 10-ന്. ബ്രൂവറിയിൽ CPIയുടെ എതിർപ്പ് മാറ്റാൻ ചർച്ച നടത്താൻ ആലോചിച്ച് CPM. നിയമങ്ങളെല്ലാം പാലിച്ച് പദ്ധതി നടപ്പാക്കൂ എന്ന് ബോധ്യപ്പെടുത്തും. വിവാദത്തിൽ സർക്കാരിനൊപ്പം ഉറച്ചു നിൽക്കാൻ ജനതാദൾ S. മന്ത്രി കൃഷ്ണൻകുട്ടിയെ മാറ്റില്ല. യമുനയിലെ വിഷപരാമർശത്തിൽ ഉറച്ച് അരവിന്ദ് കെജ്രിവാൾ. മറുപടിയായി യമുനയിലെ ജലം കുടിച്ച് ഹരിയാന മുഖ്യമന്ത്രി സെയ്നി. കെജ്രിവാളിനെതിരെ നിയമ നടപടിക്കും ഹരിയാന സർക്കാർ. ഡൽഹിയിൽ ചൂടേറി അവസാന ലാപ്പിലെ പ്രചാരണം. ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ മാത്രമെന്ന് സന്ദീപ് ദീക്ഷിത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യത്തിന് സ്ഥാനമില്ലെന്നും ന്യൂസ് 18നോട്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ജയിലിൽ അടയ്ക്കാൻ ഡൊണാൾഡ് ട്രംപ്. 30,000 കട്ടിലുകൾ സജ്ജമാക്കിയെന്ന് US പ്രസിഡന്റ്. പ്രധാനപ്പെട്ട വാർത്തകൾ. ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം നെന്മാറയിലെ കൂട്ടക്കൊലപാതകം നടത്തിയ പ്രതി ചെന്താമരയെ ഇന്ന് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുവരും. വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത്. രാത്രി ഇയാളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ പോലും ഗേറ്റ് പൊളിച്ച ആളുകളുടെ പ്രതിഷേധം കണ്ടു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടുത്തെ തെളിവെടുപ്പ് എത്രത്തോളം ശ്രമകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ സീൻ ഇയാൾ പല കഥകളും പറയുന്നുണ്ട്. അങ്ങനെ ആ കഥകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറാവാത്ത സ്ഥിതിക്ക് ഈ കൊലപാതകം ഉണ്ടായപ്പോഴത്തെ ഒരു സീൻ പുനരാവിഷ്കരിക്കാനൊക്കെയുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കേസാണ് ഇന്നലെ നമ്മൾ കേട്ടത്. ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി, 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയിരുന്നു. ആ കുട്ടി ഒരു പോക്സോ കേസ് അതിജീവിതയാണ്. ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അനൂപിനെ ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും. പെൺകുട്ടിയെ മർദ്ദിച്ചു എന്ന് ഇന്നലെ പ്രതി സമ്മതിച്ചിരുന്നു. അതേസമയം ആശുപത്രിയിലുള്ള പെൺകുട്ടി ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നതാണ് അതിലേറെ ദുഃഖകരമായ കാര്യം. ഈ കുട്ടിയെ കഴുത്തിൽ കയറിട്ട് കുരുക്കിയ നിലയിൽ, കയ്യിലൊരു മുറിവുണ്ടായിരുന്നു. അതിൽ ഉറുമ്പരിച്ച നിലയിലൊക്കെയാണ് അർദ്ധനഗ്നയായ നിലയിൽ കണ്ടെത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് പറയാൻ ഈ പെൺകുട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ ആൺ സുഹൃത്ത് പറയുന്നത് ആ കുട്ടിയെ മർദ്ദിച്ച ഒരു സാഹചര്യത്തിൽ മനംനൊന്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ്. ഇതിലെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ വേണം. ആ കേസിലാണ് ഇന്നിപ്പോൾ ഒരു തെളിവെടുപ്പ് നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഗുഡ് മോർണിംഗ്. ഈ ചോറ്റാനിക്കരയിൽ ഉണ്ടായത് എന്താണ് സംഭവിച്ചതെന്ന് ആദ്യഘട്ടത്തിൽ ആർക്കും ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു കുട്ടിയെ ഗുരുതരാവസ്ഥയിൽ അവശനിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറുമാണ് ഓരോരോ കഥകൾ നാട്ടുകാരായാലും ആ കുട്ടിയുടെ അമ്മയായാലും ഒക്കെ പറയുന്നത്. ഇയാൾ പറയുന്നത് പൂർണ്ണമായി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? ഇന്ന് എന്താണ് തെളിവെടുപ്പ്? ഏത് തരത്തിൽ നടത്താനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്?
ശ്രീജ, ഇതിലൊരു സംശയം നിലനിന്നിരുന്നത് ഈ കുട്ടിയുടെ കഴുത്തിൽ ഒരു ഷോള് കുരുങ്ങിയ നിലയിലായിരുന്നു. ഇത് യുവാവ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണോ അതോ യുവതി തന്നെ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നതിലൊരു സംശയം നിലനിന്നിരുന്നു. പോലീസ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് ഈ കുട്ടി സ്വയം കഴുത്ത് മുറുക്കിയ ഒരു നിലയിലാണ്, അതിന്റെ ഒരു രീതി അങ്ങനെയാണ് തോന്നുന്നതെന്ന്. അത് തന്നെയാണ് യുവാവും ആവർത്തിച്ചത്. അതോടെ തന്നെയാണ് പോലീസ് അങ്ങനെ തന്നെ ഉറപ്പിച്ചു പറയുന്നത് പെൺകുട്ടി സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന്. യുവാവ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം ശനിയാഴ്ച പുലർച്ചെ രാത്രിയോടുകൂടി യുവാവ് അവിടെ എത്തുന്നു. 9:30 സമയത്തോടുകൂടി അവിടെ എത്തുന്നു. അതിൽ CCTV ദൃശ്യങ്ങളും അതിൽ വ്യക്തമാണ്. ഒരു സുഹൃത്താണ് യുവാവിനെ അവിടേക്ക് കൊണ്ടുവിടുന്നത്. ആ സുഹൃത്ത് അത് കൃത്യമായി മൊഴി നൽകുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സുഹൃത്തിന് മറ്റു പങ്കുകളൊന്നും തന്നെയില്ല. ഈ സുഹൃത്തിനോട് മറ്റൊരു കാര്യം തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ യുവാവ് അവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ പെൺകുട്ടിയുമായി, ആ പെൺകുട്ടിയുടെ വീട്ടിൽ അമ്മയുണ്ടായിരുന്നില്ല, ഈ പെൺകുട്ടിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. ആ യുവാവ് പറയുന്നത് തന്നെ കൂടാതെ മറ്റൊരു ആൺ സുഹൃത്ത് അല്ലെങ്കിൽ മറ്റു ചില ആൺ സുഹൃത്തുമായി ഈ കുട്ടിക്ക് ബന്ധമുണ്ടെന്ന സംശയം ഈ യുവാവിനുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാകുകയും തർക്കത്തിനൊടുവിൽ ഈ യുവാവ് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിക്കുവാനും ശ്രമിച്ചു. ഇതിനുശേഷം ഇവർ തമ്മിൽ ഒത്തിരി വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും ഈ യുവാവ് അടുക്കളയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്താണ് ഷോളിൽ കരുതിയിരുന്ന ഷോള് ഈ പെൺകുട്ടി സ്വയം കഴുത്തിൽ മുറുക്കിയതായി യുവാവിന് മനസ്സിലാകുകയും യുവാവ് പെൺകുട്ടിയെ വിളിച്ചുണർത്താനൊക്കെ ശ്രമിച്ചുവെങ്കിലും ബോധം പോയ അവസ്ഥയിലായിരുന്നു. ഇതുകൊണ്ട് യുവാവ് ഈ കുട്ടി മരിച്ചു എന്ന് കരുതി അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീടാണ് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി പെൺകുട്ടിയുടെ ബന്ധു ആ വീട്ടിലേക്ക് വരികയും പെൺകുട്ടി ഇത്തരത്തിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കാണുകയും ചെയ്തത്. പോലീസ് ആദ്യം ഈ യുവാവിനെ ഒരു അന്വേഷണം നടത്തിയെങ്കിലും വീട്ടിലേക്ക് എത്തിയിരുന്നില്ല എന്ന് പോലീസിന് മനസ്സിലായി. ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ, യുവാവിന്റെ തന്നെ നാട്ടിലുള്ള തലയോലപ്പറമ്പ് സ്വദേശിയാണ്, നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് രാത്രി ആ യുവാവ് അവിടെ എത്തിയെന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ചോറ്റാനിക്കര പോലീസ് അവിടെ എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ഈ യുവാവ് കുറ്റം സമ്മതിക്കുകയും ഒക്കെ ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു പോക്സോ കേസ് അതിജീവിതയാണ്. 14-ാം വയസ്സിൽ കുട്ടി ഒരു പീഡനത്തിന് ഇരയാകുകയും ചെയ്തിരുന്നു. ഇത് കുറച്ച് ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ്. അതുകൊണ്ട് 7-ാം ക്ലാസ് വരെ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. പക്ഷേ മറ്റ് ഈ കായിക ഇനങ്ങളിലൊക്കെ കുട്ടി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ എല്ലാവിധത്തിലും ഒരു മിടുക്കിയായിട്ടുള്ള കുട്ടി തന്നെയായിരുന്നു. ഈ ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ സ്കൂളിൽ വിടാതിരുന്നത്. ദത്തു അമ്മയാണ് ആ കുട്ടിയുടേത്. ഇവരുമായിട്ടൊക്കെ കുട്ടി നിരന്തരം വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഈ യുവാവ് പലതവണ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ കുട്ടിയുടെ അമ്മ ഒരു ദിവസം ഈ യുവാവിനെ കാണുകയും ചെയ്തിരുന്നു. അന്ന് യുവാവിനോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഇവിടെ വന്നു പോകാൻ കഴിയില്ല, നിനക്ക് വിവാഹം കഴിക്കണമെങ്കിൽ നിന്റെ കുടുംബത്തോടെ എന്നെ വന്ന് കാണാൻ പറയൂ, വിവാഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാമെന്ന്. പക്ഷെ ആ യുവാവ് അതിന് സമ്മതമായിരുന്നില്ല. 3 വർഷത്തെ സമയമാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രണയമൊന്നും നടക്കില്ല എന്ന് തന്നെ യുവാവിനോട് ഈ അമ്മ തീർപ്പ് പറയുകയും ചെയ്തു. ഈ അമ്മയും ഈ യുവാവ് ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെ അമ്മ ഇന്നലെ വെളിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഈ അമ്മയുടെ പരാതിയിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം, കൊലപ്പെടുത്താനുള്ള ശ്രമം, വധശ്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് പെൺകുട്ടിയുടെ വീട്ടിലെത്തി തെളിവെടുക്കും, യുവാവിനെ തെളിവെടുക്കുമെന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഒരു 10 മണിയോട് കൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് നടത്തുക. യുവാവിനെ പറ്റിയും അത്ര നല്ല ഒരു മറുപടിയല്ല കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. ഇതിനോടകം തന്നെ തലയോലപ്പറമ്പിൽ ഒരു കേസും 2 അടിപിടി കേസും പിന്നീട് ഒരു കഞ്ചാവ് കേസും ഒക്കെ ഉണ്ട്. അങ്ങനെ ലഹരിയൊക്കെ ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു യുവാവാണ്. ഈ കുട്ടിക്കും യുവാവ് ലഹരി കൊടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലെ വൈദ്യപരിശോധനയിലേക്ക് കുട്ടി ലഹരി ഉപയോഗിച്ചതായും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം നടക്കുന്ന ദിവസം കുട്ടിയും യുവാവ് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് കൂടി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിയുടെ നില അല്പം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു
കോമ സ്റ്റേജിലേക്കാണ് ഇപ്പോൾ കുട്ടി കടക്കുന്നതെന്നാണ് ഡോക്ടർമാർ പറയുന്ന വിവരം. എന്തായാലും ഇപ്പോൾ പെൺകുട്ടിയുടെയൊക്കെ മൊഴിയെടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു അവസരത്തിൽ പോലീസിന് ശ്രമകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ നില അല്പമെങ്കിലും മെച്ചപ്പെട്ടാൽ മാത്രമേ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പെൺകുട്ടിയോടും കൂടി ചോദിച്ചാൽ മാത്രമേ ഈ യുവാവ് പറയുന്നതിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്ന് തിരിച്ചറിയാനും കഴിയുകയുള്ളൂ. ശ്രീജ. ശരി നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പോക്സോ കേസ് അതിജീവിതയായ വളരെ മിടുക്കിയായ ഒരു കായിക താരമാണ് ആ പെൺകുട്ടി. ആ കുട്ടിയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ് എന്ന അയാളുടെ വാദം കണക്കിലെടുക്കുമ്പോഴും ആ കുരുക്കിന്റെ സ്വഭാവം വെച്ച് പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുമ്പോഴും യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു എന്നതാണ് അറിയേണ്ടത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് അവശ നിലയിലേക്ക് ആ പെൺകുട്ടി എത്തിയത് എന്നത് അറിയേണ്ടതാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് വിശദമായ തെളിവെടുപ്പ് നടക്കുന്നത്. നെന്മാറ ഇരട്ട കൊലപാതകം ഇന്നലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ കേസാണ്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ 2 ദിവസത്തിനുള്ളിൽ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കനത്ത സുരക്ഷയൊരുക്കി തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് നീക്കം. കുറ്റകൃത്യം പുനരാവിഷ്കരിച്ച് ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ചാവും കുറ്റപത്രം സമർപ്പിക്കുക. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, ഗുഡ് മോർണിംഗ്. ഈ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ശബ്ദം കേട്ടുമൊക്കെ ഓടി വന്നവരാണ്. ഇയാൾ പറയുന്നതാകട്ടെ പലപ്പോഴും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇയാളുടേതായ ഹാലൂസിനേഷൻസും ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി എങ്ങനെ ഈ കൊലപാതകം നടന്നു, ഇയാൾ പറയുന്നത് പോലെ ഒരു സ്കൂട്ടറുമായി വരുമ്പോൾ ഇടിച്ച് കയ്യിലുള്ള വാൾ കൊണ്ടതാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടി ഏത് തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്? ശ്രീജ, എന്തായാലും ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിക്ക് മാനസിക വൈകല്യമുള്ള ആളാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സൈക്കോ സ്വഭാവമുള്ള ആളാണെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഈ അന്വേഷണം ഇനി മുന്നോട്ട് പോവുക. കാരണം നേരത്തെ തന്നെ ഈ 2019 കൊല്ലപ്പെട്ട സജിതയുമായും സജിതയുടെ ഭർത്താവ്, ഈ കുടുംബാംഗങ്ങൾ, ഇവരൊക്കെ ഈ പ്രതിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. അത് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. കാരണം ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ പ്രതി പറഞ്ഞതുപോലെ സ്കൂട്ടർ ഇടിച്ചു, അതിന് ശേഷമാണ് ഈ കൊലപാതകം നടന്നത്, അത്തരത്തിലുള്ള കാര്യത്തിലോട്ടൊന്നും അത് പോവില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ പ്രതി തന്നെ പിന്നീട് പോലീസ് ആദ്യഘട്ടത്തിൽ ഇയാളെ പിടിച്ചപ്പോഴും പ്രതി പറയുന്നത് ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്. ആ ഘട്ടത്തിലൊന്നും ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ മനസ്താപമോ ഇല്ലായിരുന്നു ഈ പ്രതിക്ക്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. പിന്നെ ഇതിൽ സാക്ഷികൾ ഇല്ലെങ്കിൽ പോലും, അതായത് ഈ കൊലപാതകം നടക്കുന്നത് നേരിട്ട് കണ്ട ആളുകൾ ഇല്ലെങ്കിൽ പോലും ഈ പ്രതി തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ കൊന്നുപോയി എന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ കുറ്റകൃത്യം അത് പുനരാവിഷ്കരിക്കാനാണ്, ഈ തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കുകയാണ് ഈ പോലീസിന്റെ ഒരു മുന്നോട്ട് പോക്കും. ഒപ്പം തന്നെ അതില് അതീവ ജാഗ്രതയിലാണ് പോലീസ്. കാരണം ഈ പ്രദേശവാസികൾ, ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വന്നാൽ പോലും അതിൽ പ്രതി ഉണ്ടാകാമെന്ന ഒരു നിഗമനത്തിൽ പ്രദേശവാസികൾ അവിടെ തടിച്ചുകൂടുന്നു. ഈ പ്രതിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പിനും മറ്റുമായി പ്രതിയെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത് അത്രയധികം സുരക്ഷയിൽ, അല്ലെങ്കിൽ അത്രയും ജാഗ്രതയോട് കൂടി തന്നെ ആയിരിക്കും. എന്തായാലും 2 ദിവസത്തിനകം കസ്റ്റഡി അപേക്ഷ നൽകും. പിന്നീടായിരിക്കും ഈ തെളിവെടുപ്പിനും മറ്റും കൊണ്ടുവരിക. അതേസമയം ഈ പ്രദേശവാസികളുടെ ഇനിയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്നലെ കോടതിയിൽ ഉണ്ടായ സംഭവങ്ങളാണ്. കാരണം ഈ പോലീസ് പിടിക്കുമ്പോൾ ഒരു മനസ്താപവും കുറ്റബോധവും ഇല്ലാത്ത പ്രതി ഇന്നലെ കോടതിയിലെത്തിയപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ, മറ്റു പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് പ്രതി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എന്നെ ശിക്ഷിക്കൂ, 100 വർഷം വേണമെങ്കിലും ശിക്ഷിക്കൂ, എനിക്കിനി മകളുടെയും മരുമകന്റെയും മുമ്പിൽ തല കുനിക്കാൻ വയ്യ എന്നൊക്കെ അത്യന്തം നാടകീയമായ രംഗങ്ങളായിരുന്നു ഈ ഇന്നലെ കോടതിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രതിക്ക് മനസ്താപം ഉണ്ടായി, അല്ലെങ്കിൽ ശിക്ഷ ഏറ്റു പറഞ്ഞു, അത്തരം വാദങ്ങളൊക്കെ പ്രതിക്ക് അനുകൂലമായി മാറുമോ, ഈ ജാമ്യം ഉൾപ്പെടെ ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കുന്നതിന് പ്രതിക്ക് അനുകൂലമായി മാറുമോ എന്ന ആശങ്ക ഈ പ്രദേശവാസികൾക്കുണ്ട്. പക്ഷെ അതേസമയം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം കൃത്യമായി ഈ പ്രതിക്കെതിരെ ശക്തമായ രേഖകൾ ആണ് ഈ ഉള്ളത്. കാരണം ഈ പ്രതിക്ക് ഒരു ഘട്ടത്തിൽ പോലും കുറ്റബോധം ഉണ്ടായിരുന്നില്ല. വളരെയധികം ക്രിമിനൽ ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ
വൈരാഗ്യ ബുദ്ധി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു, പ്രകോപനമില്ലാത്ത കൊലപാതകമായിരുന്നു തുടങ്ങി പ്രതിക്കെതിരെയുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയെന്ന് നോക്കി കാണേണ്ടതുണ്ട്. 2 ദിവസത്തിനകം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷം തെളിവെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട്ട് നിന്ന് നെന്മാറ കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുടെ കാര്യത്തിൽ 2 ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നീക്കത്തിലാണ് പോലീസ്. ഇനി ന്യൂസ് 18 പുറത്തുവിടുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് വലിയ പ്രമാദമായ കേസാണ്. നമ്മൾ അന്ന് വളരെ ചർച്ചയൊക്കെ ചെയ്തതാണ്. ഈ കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ക്രമക്കേടുകൾക്ക് ചുക്കാൻ പിടിച്ച നഗരസഭയിലെ മുൻ പട്ടികജാതി വികസന ഓഫീസർ മനോജിനെ SC/ST ഡയറക്ടറേറ്റിൽ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിച്ചു. SC/ST ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ സീനിയർ സൂപ്രണ്ടാണ് ഇയാളിപ്പോൾ. ഇതോടെ അന്വേഷണം അട്ടിമറിക്കപ്പെടുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. മനോജിനെതിരെ SC/ST ഡയറക്ടർ നൽകിയ കുറ്റാരോപണ പത്രികയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സർക്കാർ പദ്ധതികളിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ഇയാൾ നടത്തിയതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേസിൽ പോലീസ് അന്വേഷണവും ഇഴയുകയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയനെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ സർക്കാർ. ഈ ഉദ്യോഗസ്ഥന് ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു പദവി തന്നെ സർക്കാർ നൽകിയിരിക്കുന്നു. ഇയാൾ മുൻപും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് കാണിക്കുന്ന കുറ്റാരോപണ പത്രികയുടെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇയാൾക്കെതിരെ പട്ടികജാതി പട്ടിക വകുപ്പ് ഡയറക്ടർ തന്നെ നൽകിയിട്ടുള്ള കുറ്റാരോപണ പത്രിക. എന്തൊക്കെ തെറ്റുകൾ, എന്തൊക്കെ പിഴവുകൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ട്, ഇയാൾക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് കണ്ടെത്തിയത് എന്ന് കാണിക്കുന്ന കുറ്റാരോപണ പത്രികയാണിത്. ഈ പത്രിക നിലവിലിരിക്കെയാണ് ആരോപണ വിധേയനെ സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോക്ക് എന്നത് ഉണ്ടായിട്ടേയില്ല. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ തന്നെ അവിടെ, അതായത് ആരോപണ വിധേയനായ ആളെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു തസ്തികയിൽ തന്നെ നിയോഗിക്കുന്നതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതിനാണ് ഏറ്റവും വലിയ ആശങ്ക ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നമുക്കറിയാം, സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കേണ്ട പൈസയാണ്, അതിനുവേണ്ടി സർക്കാർ മാറ്റിവെച്ച തുകയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. അതിൽ രാഷ്ട്രീയ രംഗത്തെ ചില പ്രധാനികളുണ്ട്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമുണ്ട്. അതിൽ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതികൾ പലരും ഇപ്പോഴും പുറത്താണ്, അവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന വിമർശനമുണ്ട്. അതിനിടയിലാണ് ഈ വകുപ്പിൽ ഒത്താശ ചെയ്തു കൊടുത്ത ഒരു ഉദ്യോഗസ്ഥരെ ഈ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട തസ്തിക, ഏതാനും മാസങ്ങൾ അദ്ദേഹം ഈ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിലുണ്ട്. അദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സ്ഥലം മാറ്റി വീണ്ടും ഈ SC/ST ഡയറക്ടറിലേക്ക്, അതായത് ഈ അന്വേഷണം അട്ടിമറിക്കാൻ, അയാൾക്ക് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലത്ത് തന്നെ മാസങ്ങളായി എത്തിയിരിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, അല്ലെങ്കിൽ ന്യൂസിൽ പുറത്തുവിടുന്ന വിവരം. ഈ കുറ്റാരോപണ പത്രികയിൽ മനോജ് SR എന്ന തിരുവനന്തപുരം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥരെ, തിരുവനന്തപുരം കോർപ്പറേഷന്റെ പട്ടികജാതി പട്ടിക വികസന ഓഫീസറുടെ ക്കെതിരെ SC/ST ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായുള്ള കുറ്റാരോപണ പത്രികയിൽ 38 കുറ്റങ്ങളാണ് ഇദ്ദേഹം ചെയ്തതായി, 35 കുറ്റങ്ങളാണ് അദ്ദേഹം ചെയ്തതായി ആരോപിക്കുന്ന. ഓരോ കാര്യവും അക്കമിട്ട് നിരത്തിയാണ് ഈ കുറ്റാരോപിത പത്രികയുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത്, ചട്ടങ്ങൾ പാലിക്കാതെ വികസന ക്യാഷ് ബുക്ക് ക്രമവിരുദ്ധമായി കൈകാര്യം ചെയ്തു, ചികിത്സാ ധനസഹായ പരാതിയിൽ ഗുണഭോക്താക്കൾ അപേക്ഷയോ സമർപ്പിച്ച ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൽ അക്കൗണ്ട് നമ്പറിന് പകരം മറ്റ് അക്കൗണ്ട്, അതായത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്കല്ല ഒരു ബന്ധവുമില്ലാത്ത മറ്റ് അക്കൗണ്ടുകളിലേക്ക് പൈസ മാറ്റി നൽകി, ചികിത്സാ ധനസഹായ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച ആനുകൂല്യത്തിൽ ക്രമക്കേട് നടത്തി സർക്കാർ പണം ദുരുപയോഗം ചെയ്തു. ചികിത്സാ സഹായം മാത്രമല്ല, മറ്റു സർക്കാരിന്റെ പദ്ധതികളിലും വലിയ ക്രമക്കേട്, ഭൂരഹിത പുനരധിവാസ പദ്ധതിയുടെ ഗുണഭോക്തൃ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ വീഴ്ച വന്നു. വകുപ്പിന്റെ ഈ പദ്ധതി അട്ടിമറിക്കപ്പെട്ടു. ഭൂമി വാങ്ങൽ ധനസഹായ പദ്ധതിയിൽ ക്രമക്കേടുണ്ടായി.
വകുപ്പിന്റെ അതുപോലെ തന്നെയാണ് വകുപ്പ് നടപ്പാക്കുന്ന ഭൂരഹിത വിവാഹ ധനസഹായത്തിനുള്ള 2018-10 വർഷ വിവാഹ ധനസഹായ പദ്ധതിയിൽ പെട്ട ഗുണഭോക്താക്കൾക്ക് അപേക്ഷയോടെ സമർപ്പിച്ചിരുന്ന ബാങ്ക് പാസ്ബുക്കുകളുടെ അക്കൗണ്ട് നമ്പർ, അതായത് ഒരു ഗുണഭോക്താവ് ഒരു പാസ്ബുക്ക് അക്കൗണ്ട് വിവരം നൽകും, പക്ഷേ അതിലേക്കല്ല നഗരസഭയിൽ നിന്ന് പണം പോയത്. കോടിക്കണക്കിന് രൂപത്തിൽ വകമാറ്റപ്പെട്ടു. പഠനമുറി ധനസഹായ പദ്ധതി, സാധാരണക്കാർ SC/ST കുട്ടികൾക്ക് അനുവദിക്കുന്ന പഠനമുറി ധനസഹായ പദ്ധതി, അതിലും ഇത്തരത്തിൽ ഒരു ബന്ധവുമില്ലാത്ത ആളുകളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി. പഠനമുറി ധനസഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകൾ നടന്നു. പ്രളയ ദുരിതാശ്വാസ ധനസഹായം SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കേണ്ട ധനസഹായം അത് വ്യാജ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. ഈ മിശ്രവിവാഹ ധനസഹായ പദ്ധതി അതിൽ, അതായത് പട്ടികജാതി സമൂഹത്തിൽ താഴെ ജീവിക്കുന്ന പട്ടികജാതിക്കാർക്ക് വേണ്ടി സർക്കാർ നടപ്പാക്കുന്ന വിവിധ ധനസഹായ പദ്ധതികൾ അതിന്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് നൽകാതെ വ്യാജ അക്കൗണ്ടുകളിലേക്ക്, വ്യാജ ആളുകളിലേക്ക് ഈ പണം എത്തിയെന്നാണ് തിരുവനന്തപുരം നഗരസഭയിലെ SC/ST ഫണ്ട് തട്ടിപ്പിലെ പ്രധാനപ്പെട്ട കാര്യം. സാധാരണക്കാരെ അങ്ങനെ ഇരുട്ടി നിർത്തിക്കൊണ്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ രംഗത്തെ ആളുകളും ചേർന്ന് തട്ടിയെടുത്തു എന്നതാണ് ആരോപണം. അത്തരമൊരു കേസിലാണ് ഈ ഉദ്യോഗസ്ഥരെ വീണ്ടും ഈ കേസ് അട്ടിമറിക്കാൻ തക്ക സ്വാധീനമുള്ള ഒരു പദവിയിലേക്ക്, അതും SC/ST ഡയറക്ടറേറ്റിൽ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ സൂപ്രണ്ടായി നിയമിച്ചിരിക്കുന്നത്. ഇത് ഈ അന്വേഷണം പൂർണ്ണമായും പോലീസ് അന്വേഷണം തന്നെ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ട അവസ്ഥയാണ്. നമുക്കറിയാം, CPI തിരുവനന്തപുരം ജില്ലയിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഇതിന് മുമ്പത്തെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ സമ്മേളനത്തിൽ പ്രതിനിധി സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് ഈ SC/ST ഫണ്ട് തട്ടിപ്പ് തീർത്തും തെറ്റായ ഒന്നാണ്. സാധാരണക്കാരെ, പാവങ്ങളെ സഹായിക്കാൻ സർക്കാർ കൊണ്ടുവന്ന പദ്ധതി അട്ടിമറിച്ചത്, അതിന് തട്ടിപ്പ് നടത്തി ആരായാലും അവർക്ക് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അന്ന് മുഖ്യമന്ത്രി ആ സമ്മേളനത്തിൽ ഉറപ്പ് നൽകിയതാണ്. CPM-ന്റെ തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വലിയ വിമർശനമുണ്ടായ വിഷയമാണ്. അത്തരമൊരു വിഷയത്തിൽ പോലീസ് അന്വേഷണം ഒരിടത്തും എത്തുന്നില്ല, യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന വസ്തുത ഇരിക്കുകയാണ്. SC/ST വകുപ്പ് കൂടി ഇത്തരമൊരു ക്രമക്കേടിനെ കൂട്ടുനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര വലിയ തെറ്റ് ചെയ്തുവെന്ന് SC/ST ഡയറക്ടറിനെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥരെ മർമ്മപ്രധാനമായ തസ്തികയിൽ ഇരുത്തിക്കൊണ്ട് അവിടെ ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നത് തീർത്തും വലിയ ദുരൂഹത ഇതിലുണ്ട്. അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോഴും നടക്കുന്നതിന് തെളിവായി കൂടി നമുക്ക് ഈ നടപടിയെ കാണേണ്ടതുണ്ട്. ശ്രീജ, ശരി, എന്തായാലും മറുപടി പറയേണ്ടവർ എവിടെ എന്ന് ഈ സ്ക്രീനിൽ എഴുതുന്നത് വെറുതെയല്ല. ഈ SC/ST ഫണ്ട് തട്ടിപ്പ് ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഫണ്ട് അവരുടെ കഞ്ഞിയിൽ കൈയിട്ട് വാരിയ ആളുകൾ ആരെന്ന് കണ്ടുപിടിക്കേണ്ടതിന് പകരം അതിന് കുറ്റാരോപിതനായ മനുഷ്യനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിയോഗിച്ചുകൊണ്ട് സർക്കാർ എന്താണ് ചെയ്യുന്നത് എന്നതിന് ഉത്തരം സർക്കാർ തന്നെ, ഈ വകുപ്പുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയേണ്ടി വരും. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഡയറക്ടറേറ്റിൽ ഒരു ഉന്നത പദവിയിലാണ് ഇരിക്കുന്നത്. തൽക്കാലം ഒരു കണ്ണിൽ പൊടിയിടാൻ ഒരു നടപടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വളരെ പ്രധാനിയായി ഈ ഡിപ്പാർട്ട്മെന്റിൽ തിരിച്ചെത്തിയിരിക്കുന്നു. എങ്ങനെ ഉണ്ടായി എന്നതിന് തീർച്ചയായും അധികൃതർ ഉത്തരം പറയേണ്ടി വരും. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കും അല്ലെങ്കിൽ ഈ വാർത്തയുടെ തുടർ ചർച്ചകളിലേക്കും നമ്മൾ ഇനിയും മടങ്ങിയെത്തും. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്, അതിലേക്ക് നമുക്ക് എത്താം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകുന്നു. ബ്രൂവറി വിഷയത്തിൽ CPIയുടെ എതിർപ്പ് മാറ്റാൻ ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM-ന്റെ ആലോചന. ജലചൂഷണം അടക്കം CPIയുടെ ആശങ്കകൾ ഇതിലൂടെ പരിഹരിക്കാമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട നിയമം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ച് മാത്രമേ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകൂ എന്ന് CPIയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. VV അരുൺ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ പ്രത്യക്ഷമായി തന്നെ CPI ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആദ്യം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായമായിരുന്നെങ്കിൽ ഇന്നലെ ജനയുഗത്തിൽ ഒരു വലിയ ലേഖനം എഴുതുന്നതിലും മുഖപ്രസംഗ പേജിൽ ഒരു വലിയ ലേഖനം എഴുതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന കുറ്റസമ്മതം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഇതിലൊരു നിലപാട് എടുത്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ അവരൊരു നിലപാട് എടുക്കുന്നുണ്ട്. പക്ഷെ CPM-നെ സംബന്ധിച്ച് ഇവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടല്ലോ. എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താമെന്നാണ് CPM കരുതുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPIയുടെ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തത്. അതിനുശേഷം ഇതിന്റെ വിശദാംശങ്ങൾ MN സ്മാരക CPI ആസ്ഥാനത്ത് നേരിട്ടെത്തി എക്സൈസ് മന്ത്രി MB രാജേഷ് വിശദീകരിച്ചിരുന്നു. അപ്പോഴൊക്കെ CPIക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായതുമാണ്. പക്ഷേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കടുത്ത നിലപാടെടുത്തു. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നേതാക്കൾ ജലചൂഷണം ഉണ്ടാകുന്നൊരു പദ്ധതിയെ എങ്ങനെ CPI പിന്തുണയ്ക്കുമെന്ന ചോദ്യമുയർത്തി. അതോടുകൂടിയാണ് മറ്റു വഴികളില്ലാതെ ബിനോയ് വിശ്വം ഈ
പദ്ധതിക്കെതിരെ നിലപാടെടുക്കണം, LDF അക്കാര്യം അറിയിക്കണം, പദ്ധതി റദ്ദ് ചെയ്യണമെന്ന അനുമതി റദ്ദ് ചെയ്യണം നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ CPM അക്കാലത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. ഇന്നലെ എക്സൈസ് മന്ത്രി വിശദമായി തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു, എല്ലാത്തരം ആശങ്കകളും പരിഹരിക്കും. ജലചൂഷണം എന്നുള്ളതാണ് CPIയുടെ പ്രധാനപ്പെട്ട ആശങ്ക. അത് ജലചൂഷണം ഉണ്ടാകില്ല. ഒരിറ്റ് ഭൂഗർഭജലം പോലും ഈ പദ്ധതിക്ക് വേണ്ടി എടുക്കാൻ സർക്കാർ അനുവദിക്കില്ല. അത് ഇടത് സർക്കാർ ഉള്ളിടത്തോളം അനുവദിക്കുന്ന ഉറപ്പാണ് ഇന്നലെ MP രാജേഷ് നൽകിയത്. അക്കാര്യം CPI ബോധ്യപ്പെടുത്താനാകുന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. CPM ഒരു കാരണവശാലും പദ്ധതി പിന്നോട്ട് പോകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPI പിണക്കി മുന്നോട്ട് പോകാനും CPM-നും സർക്കാരിനും കഴിയില്ല. അതുകൊണ്ടാണ് ഉഭയ ചർച്ചയുടെ CPIയുടെ ആശങ്കകൾ പരിഹരിക്കാൻ CPM ആലോചിക്കുന്നത്. ഒരുപക്ഷെ എക്സൈസ് മന്ത്രിയെ കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ CPI നേതൃത്വത്തോട് വിശദീകരിക്കും. അതിനും അപ്പുറത്തേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും CPI സംസ്ഥാന സെക്രട്ടറിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂഗർഭജലം അവിടുന്ന് ഉപയോഗിക്കില്ല. അതിന് അവിടുത്തെ കണക്കുകൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ MP രാജേഷ് പറഞ്ഞത്, പാലക്കാട് നഗരത്തിൽ വേണ്ടിവരുന്ന ജലത്തിന്റെ 1.1% മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടിവരുന്ന വെള്ളം. അത് കിൻഫ്രയിലെ മഴവെള്ള സംഭരണിയുണ്ട്, വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളമുണ്ട്, അതിലൂടെ നൽകും. കിൻഫ്രയ്ക്ക് വ്യവസായ പാർക്കുകൾക്ക് കുടിവെള്ളം ഈ വെള്ളം നൽകാൻ നേരത്തെ തന്നെ 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനമാണ്. അതിന് കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ അളവ് പോലും ഇവിടെ വേണ്ടിവരില്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭൂഗർഭജല ചൂഷണവും ഉണ്ടാകില്ല. CPIയുടെ എക്സിക്യൂട്ടീവ് കാര്യം വന്നപ്പോൾ തന്നെ ഈ കാര്യം മന്ത്രി K രാജൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടി അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ജലചൂഷണം ഉണ്ടാകില്ല. അഹല്യ പാർക്ക് പോലുള്ള അവിടുത്തെ സംവിധാനങ്ങളിൽ മഴവെള്ള സംഭരണിയുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് പോലെ അവിടെ മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്ത മഴനിഴൽ പ്രദേശമോ അല്ലെങ്കിൽ അത്തരം വൃഷ്ടിപ്രദേശമോ ഒന്നുമല്ല ഈ കഞ്ചിക്കോട്. അവിടെ മഴവെള്ള സംഭരണി വളരെ വിജയകരമായി കിൻഫ്രയിലും അതുപോലെ തന്നെ അഹല്യ പാർക്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായി ഇവിടെയും ചെയ്യാൻ കഴിയുമെന്ന കാര്യം K രാജൻ എക്സിക്യൂട്ടീവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല, ഭൂഗർഭജലത്തിന്റെ ചൂഷണം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ബോധ്യപ്പെടുത്താൻ CPM-ന് കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കണമെന്ന അഭിപ്രായമുള്ളവരും CPIയുടെ ഉന്നത നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് CPM പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകും, അങ്ങനെ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല. പദ്ധതിക്ക് ഇനിയും നിരവധി അനുമതികൾ നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രദേശം നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധി വരുന്ന പ്രദേശമെന്ന ആരോപണമുണ്ട്. അങ്ങനെ ഉള്ള പ്രദേശമാണെങ്കിൽ അവിടെ നടപ്പാക്കാൻ കഴിയില്ല. അതൊക്കെ പരിശോധിക്കേണ്ടത് ഇനിയുള്ള ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ സർക്കാർ നൽകിയത് പ്രാരംഭ അനുമതി മാത്രമാണ്. നെൽവയൽ തണ്ണീർത്തടം പ്രദേശത്താണോ അല്ലെങ്കിൽ അങ്ങനെ നികത്തിയ സ്ഥലത്താണോ എന്ന കാര്യമൊക്കെ അതത് ഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെടും. അങ്ങനെ അതിന്റെ അനുമതി വാങ്ങേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി പറയുന്നു. അത്തരം പരിശോധന തുടരും. പക്ഷേ പ്രാഥമിക അനുമതി നൽകിയത് 10 തലങ്ങളിലൂടെ 10 ഘട്ടങ്ങൾ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ കമ്പനി തന്നെയെന്ന് മന്ത്രി പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഭൂഗർഭജലം ചൂഷണത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPI ഒന്ന് സമവായ വഴിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ CPI ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാകാം ഇത്തരം ഉഭയകക്ഷി ചർച്ചകൾ വൈകാതെ നടത്താൻ പോകുന്നത്. മാത്രവുമല്ല ജനതാദളത്തിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്നലെ അവരുടെ നേതൃയോഗത്തിൽ പൂർണ്ണമായും സർക്കാർ തീരുമാനത്തിൽ ഒപ്പം നിൽക്കാൻ, ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് പദ്ധതിക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി തന്നെ കാണുന്നുവെന്ന് വിമർശനം CPM കേന്ദ്രങ്ങളിൽ ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കത്തിൽ നിന്നുകൊടുക്കേണ്ട എന്നാണ് ജനതാദൾ തീരുമാനമെടുത്തത്. CPIയിലും അത്തരം അഭിപ്രായമുള്ളവർ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമവായ വഴി തുറക്കുമെന്ന് തന്നെ CPM കരുതുന്നു. വരും ദിവസങ്ങളിൽ ഈ ഉഭയകക്ഷി ചർച്ച നടന്നേക്കും. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. JDS-ഉം എന്തായാലും ഈ വിഷയത്തിൽ CPM-നൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജലചൂഷണം ഉണ്ടാവില്ലെന്ന സർക്കാരിന്റെയും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെയും ഉറപ്പിലാണ് ഇങ്ങനെ ഒരു ധാരണയിലേക്ക് JDS എത്തുന്നത്. കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. 1 വർഷത്തേക്ക് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന മാത്യു ടി തോമസിന്റെ നിലപാടാണ് കൃഷ്ണൻകുട്ടിക്ക് തൽക്കാലം രക്ഷയായത്. ജലചൂഷണം പോലുള്ള പാരിസ്ഥിതിക വിഷയങ്ങളിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകാനാകില്ലെന്നായിരുന്നു പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ ഉൾപ്പെടെ നിലപാട്. സംസ്ഥാന ഭാരവാഹി യോഗത്തിലും ബ്രുവറി വിഷയത്തിൽ വിശദ ചർച്ച വേണമെന്ന ആവശ്യമുയർന്നു. കൊക്കക്കോള കമ്പനിക്കെതിരെ സമരം നയിച്ച ജനതാദൾ എങ്ങനെ ബ്രുവറിയെ പിന്തുണയ്ക്കുമെന്നായിരുന്നു ചോദ്യം. എന്നാൽ കോള കമ്പനിയെപ്പോലെ ബ്രുവറി ഭൂഗർഭജലമൂറ്റില്ലെന്നും മഴവെള്ള സംഭരണിയിൽ നിന്നുള്ള വെള്ളമാകും പ്രധാനമായി ഉപയോഗിക്കുകയെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി വിശദീകരിച്ചു. ഇന്ന് ചർച്ച ചെയ്തപ്പോൾ ഭൂഗർഭജലം എടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതല്ലാത്ത രീതിയിൽ ഇപ്പോൾ വാളയാർ ഡാമുണ്ട്, അതിന് തൊട്ടിൻ്റെ ഒരു വലിയ ഡാമിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വെള്ളം സംഭരിച്ചിട്ട് ഇത് ചെയ്യുന്നുള്ളതാണ്. അതിലെന്താ പറഞ്ഞ തദ്ദേശ വകുപ്പ് മന്ത്രി പറഞ്ഞത് എന്താ വെച്ചാൽ
ധാരാളം ഇറക്കുമതിയും കള്ളക്കടത്തും വരികയാണ്. അത് നമുക്ക് നിരോധിക്കാൻ സാധിക്കുന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ സമയം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബ്രുവറിയും ഡിസ്റ്റിലറിയുമുണ്ട്. സംസ്ഥാനത്തിന്റെ വികസന താൽപര്യം പരിഗണിച്ച് ഈ വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കണമെന്നായി പിന്നീട് ചർച്ചയിലെ പൊതുവികാരം. പാലക്കാട് ജില്ലാ നേതൃത്വവും ഇതിനോട് യോജിച്ചതോടെ ബ്രുവറിയിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകാൻ JDS നേതൃയോഗം തീരുമാനിച്ചു. മന്ത്രി K കൃഷ്ണൻകുട്ടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മന്ത്രിയെക്കൊണ്ട് പാർട്ടിക്കോ നാടിനോ ഗുണമില്ലെന്ന് പോലും നേതാക്കൾ വിമർശിച്ചു. ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗവും മന്ത്രിയെ മാറ്റണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ അത്തരം ചർച്ചയുടെ പോലും ആവശ്യമില്ലെന്നും മന്ത്രിയാകാൻ താൻ തയ്യാറല്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ് നിലപാടെടുത്തു. പാർട്ടിക്കും പ്രവർത്തകർക്കുമുള്ള പരാതികൾ പരിഹരിക്കുമെന്നും ഒന്നിച്ചു പോകാമെന്നും കൃഷ്ണൻകുട്ടിയുടെ അഭ്യർത്ഥന. തുടർന്നാണ് മന്ത്രിമാറ്റമെന്ന ചർച്ച അവസാനിപ്പിച്ചത്. പുതിയ പാർട്ടി രൂപീകരണം എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ യോഗം തീരുമാനിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നു പോരാട്ടച്ചൂടിന്റെ ഡൽഹിയിലേക്ക്. യമുനയിലെ ജലത്തിൽ വിഷാംശമുണ്ടെന്ന നിലപാടിൽ ഉറച്ച അരവിന്ദ് കെജ്രിവാൾ പൊതുജനാരോഗ്യം കണക്കിലെടുത്താണ് പരാമർശമെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ മറുപടിയിൽ കെജ്രിവാൾ അറിയിച്ചു. അതേസമയം കെജ്രിവാളിനെതിരെ കേസ് ഫയൽ ചെയ്യാനാണ് ഹരിയാന സർക്കാരിന്റെ തീരുമാനം. വിവരങ്ങളുമായി രാകേഷ്, ഒരു വേള നായബ് സിംഗ് സൈനി നേരിട്ട് ആ ജലം കുടിച്ചുകൊണ്ട്, യമുനയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു സാഹചര്യം നാടകീയത അങ്ങേ അറ്റം വരെ എത്തുന്നു. പക്ഷേ കെജ്രിവാൾ ആകട്ടെ ഇതിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ലാപ്പിൽ ഏറ്റവും പ്രധാന വിഷയമായി യമുന നിറയുകയാണോ? ശ്രീജ, തീർച്ചയായും. കാരണം ചില നേതാക്കൾ യമുനയിലെ വെള്ളം കുടിക്കാൻ വെല്ലുവിളിക്കുന്നു, ചിലർ കുടിച്ചു കാണിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ യമുനയിൽ കലങ്ങി മറങ്ങുകയാണ് ഡൽഹി രാഷ്ട്രീയം. ഏതായാലും കേജ്രിവാൾ ഇന്നലെ 8 മണിയായിരുന്നു കേജ്രിവാളിന് സമയപരിധി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി നൽകാൻ. കേജ്രിവാൾ അതിനു മുമ്പ് മറുപടി നൽകിയിട്ടുണ്ട്. ഈ മറുപടിയിൽ തന്റെ നിലപാട് കേജ്രിവാൾ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം യമുനയിൽ വിഷാംശമുണ്ട്. ആ നിലപാട് കേജ്രിവാൾ കമ്മീഷൻ നൽകിയ മറുപടിയിലും പറയുന്നു. പൊതുജനാരോഗ്യം കണക്കിലെടുത്താണ് താൻ ഇത്തരം ഒരു പരാമർശം നടത്തിയത്. അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് കേജ്രിവാൾ ആവർത്തിക്കുകയും ചെയ്യുന്നത്. 14 പേജുള്ള കത്താണ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. കേജ്രിവാൾ ഏറ്റവും ഒടുവിലായി ഉന്നയിച്ചിരിക്കുന്ന കാര്യം, നേരത്തെയും ഡൽഹിയിലേക്ക് വരുന്ന വെള്ളത്തിൽ അമോണിയത്തിന്റെ അളവ് കൂടുതലാണ്. അത് 3 ppm ആയിരുന്നെങ്കിൽ അത് പിന്നീട് ജനുവരി 21 ശേഷം അതിന് ഇരട്ടിയായി വർദ്ധിച്ചു. ഏതാണ്ട് 7 ppm ആയി വർദ്ധിച്ചു എന്ന ആരോപണമാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ കെജ്രിവാൾ ഏതായാലും മറ്റ് നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും അമിത്ഷായും യമുനയിലെ വെള്ളം കുടിക്കാൻ തയ്യാറാകണം, അതിന് വെല്ലുവിളിക്കുന്നു എന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുകയും ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളും ഈ വിഷയത്തിൽ കെജ്രിവാളിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കാര്യം, ശീഷ് മഹലിൽ താമസിക്കുന്ന കേജ്രിവാൾ ശുദ്ധജലം കുടിക്കുന്നു, ഡൽഹി നിവാസികൾ മലിനജലം കുടിക്കുന്നു. ആ വെള്ളം കുടിക്കാൻ ഒരിക്കലും കേജ്രിവാൾ തയ്യാറാവില്ല. അതിനെ തയ്യാറാകുമെന്ന ചോദ്യം രാഹുൽ ഗാന്ധിയും ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കളത്തിൽ പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ റാലി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലുണ്ടായിരുന്നു. അടുത്ത 3 ദിവസവും മോദി ഡൽഹിയിലെ റാലികളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും കേജ്രിവാളിനുള്ള മറുപടി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന കത്തിലുള്ള മറുപടി ഇന്നുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വ്യക്തമാക്കിയ കാര്യം, മോദിയും യമുന തന്നെയാണ് പ്രധാനമായും ആയുധമാക്കിയത്. പ്രത്യേകിച്ച് താൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്, ഈ വെള്ളമാണ് കുടിക്കുന്നത്. ഹരിയാന കഴിയുന്ന ആളുകളുടെ ബന്ധുക്കൾ ഡൽഹിയിലാണ് കഴിയുന്നത്. അപ്പോൾ എങ്ങനെ ഇത്തരത്തിൽ വിഷാംശം കലർന്ന ജലം വിതരണം ചെയ്യാൻ കഴിയും, അങ്ങനെ എങ്ങനെ പറയാൻ സാധിക്കും എന്നാണ് മോദിയുടെ ചോദ്യം. അങ്ങനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും യമുന പ്രധാന ആയുധമാക്കിയിരിക്കുകയാണ്, പ്രചാരണ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. ഏതായാലും എന്തായിരിക്കും ഇനി കോൺഗ്രസും BJPയും പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഹരിയാന നിയമ നടപടിയിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷൻ നൽകിയിരിക്കുന്ന മറുപടിയിലും വിഷാംശ പരാമർശം കേജ്രിവാൾ ആവർത്തിച്ച സാഹചര്യത്തിൽ ഏതായാലും നായബ് സിംഗ് സൈനി ഇന്നലെ ഡൽഹിയിലെ ഒരു ഗ്രാമത്തിൽ, പല്ല ഗ്രാമത്തിലെ യമുന കടന്നുപോകുന്ന വഴിയിൽ യമുന ജലം കുടിച്ചുകൊണ്ടുള്ള ചിത്രം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. അത്തരത്തിൽ ഹരിയാന വിതരണം ചെയ്യുന്ന വെള്ളത്തിൽ ഏതായാലും വിഷാംശമില്ല എന്ന് ആവർത്തിക്കുകയാണ് ഹരിയാന സർക്കാർ. ശ്രീജ. ശരി രാകേഷ്, അവസാന ഘട്ടത്തിൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറയുകയാണ് യമുന. പക്ഷേ യമുനയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? കാളിന്തിയെ രക്ഷിക്കാനെത്തിയ കാളിയനുമൊക്കെ ഡൽഹി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ എന്നത് കണ്ട് അറിയേണ്ട കാര്യമാണ്. പക്ഷേ കാളിന്തിയിൽ കാളകൂട വിഷം കലർത്തിയ കാളിയന് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖമാണ്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം
പുരാണത്തിലെ കാളിന്തിയേക്കാൾ വിഷലിപ്തമാണ് ഇന്ന് യമുന. യമുന, പുരാണങ്ങളിൽ പറയുന്ന ഈ നദിയുടെ മറ്റൊരു പേര് കാളിന്തി. കാളിന്തിയിൽ വിഷം കലർത്തിയത് കാളിയനാണെങ്കിൽ ഇന്ന് കാളിയന്റെ സ്ഥാനത്ത് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഹരിയാന സർക്കാരിനെയാണ്. കാളിയ മർദ്ദനം നടത്തിയ ശ്രീകൃഷ്ണനാകാൻ ശ്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ. ഹിമാലയത്തിൽ നിന്ന് ഉദ്ഭവിച്ച് പ്രയാഗ്രാജിൽ ഗംഗയുമായി കൂടിച്ചേരുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ നദികളിലൊന്നാണ് യമുന. കുടിക്കാനും കുളിക്കാനും കൃഷിക്കുമെല്ലാം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ നൂറ്റാണ്ടുകളായി ആശ്രയിക്കുന്ന ജലസ്രോതസ്. ആ യമുനയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ. യമുനയുടെ പുണ്യം ഇന്ന് പുരാണങ്ങളിൽ മാത്രം. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെന്ന് കേജ്രിവാൾ തന്നെ സമ്മതിച്ച കാര്യമാണ് യമുന ശുചീകരണം. BJPയും കോൺഗ്രസും ഇത് ആയുധമാക്കിയപ്പോഴാണ് ഡൽഹിയിൽ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന യമുന വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്നുവെന്ന അരവിന്ദ് കേജ്രിവാളിന്റെ പരാമർശം. കേജ്രിവാളിന്റെ ആരോപണം ആം ആദ്മി പാർട്ടിയും മുഖ്യമന്ത്രി അതിഷിയും ഏറ്റുപിടിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള BJP നേതാക്കളും കോൺഗ്രസും എത്തിയതോടെ യമുനയിലെ മാലിന്യത്തെക്കാൾ വലിയ വിഷം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കലർന്നു. ഡൽഹിയിലേക്കുള്ള വെള്ളത്തിൽ ഹരിയാന അമിതതോതിൽ അമോണിയം കലക്കി വിഷമയമാക്കുന്നു എന്ന് വരെയായി കേജ്രിവാളിന്റെ ആരോപണം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള മുല്ലപ്പെരിയാർ തർക്കം പോലെ, കർണാടകവും തമിഴ്നാടും തമ്മിലുള്ള കാവേരി തർക്കം പോലെ ഡൽഹിക്കും ഹരിയാനയ്ക്കുമിടയിൽ യമുന ജലം പങ്കിടൽ എല്ലാ കാലത്തും തർക്ക വിഷയമാണ്. ഡൽഹി നിയമസഭ രൂപീകൃതമായത് 1993-ലാണ്. അന്ന് തൊട്ട് തർക്കവും തുടങ്ങി. ഡൽഹിക്ക് വെള്ളം വിട്ടു നൽകാൻ 1995-ൽ സുപ്രീം കോടതി ഉത്തരവുണ്ടായെങ്കിലും തർക്കം ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നു. ഡൽഹിക്ക് ജലവിഹിതം ഹരിയാന ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി പലതവണ ഉത്തരവിട്ടിട്ടുണ്ട്. 2003-ൽ ഡൽഹി മുങ്ങിയപ്പോൾ ഹത്നികുണ്ട് ബാരേജിൽ നിന്ന് ഹരിയാന മനഃപൂർവ്വം അധിക ജലം തുറന്നുവിട്ടാണെന്ന ആരോപണവും അധിക ജലം ആവശ്യപ്പെട്ട് 2024-ൽ അന്ന് ജലമന്ത്രിയായിരുന്ന അതിഷി നിരാഹാരമിരുന്നതും യമുന തർക്കത്തിൽ ചിലതു മാത്രം. തർക്കം തുടരുകയാണ്. അപ്പോഴും ഒരു കാര്യം ഉറപ്പ്: യമുനയിൽ ഒഴുകിയ വെള്ളത്തേക്കാൾ കൂടുതൽ കോടികൾ യമുനയുടെ പേരിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പല വഴിക്കെന്ന് മാത്രം. യമുന തീരത്ത് നിന്ന് ക്യാമറമാൻ KP ദിനേശിനൊപ്പം ER രാഗേഷ്, ന്യൂസ് 18. ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ കോൺഗ്രസും AAPയും ഡൽഹിയിൽ മുഖാമുഖം വരുമ്പോൾ എന്താണ് രാഷ്ട്രീയ നിലപാടുകൾ? ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ മാത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത് ന്യൂസ് 18നോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു സഖ്യമില്ല. ദേശീയ തലത്തിൽ സഖ്യം നിലനിൽക്കും. ആം ആദ്മി പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് അത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ലെന്നും കോൺഗ്രസ് ഭൂരിപക്ഷം നേടുമെന്നുമായിരുന്നു സന്ദീപിന്റെ പ്രതികരണം. ഷീല ദീക്ഷിത്തിന്റെ ട്രാക്ക് റെക്കോർഡ് തനിക്ക് ഗുണം ചെയ്യുമെന്നും പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ തിരിച്ചുവരുമെന്നും സന്ദീപ് ദീക്ഷിത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഫ്ളാറ്റുകൾ തോറും കയറിയിറങ്ങിയുള്ള പ്രചാരണ തിരക്കിലാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. അദ്ദേഹത്തോട് പ്രതീക്ഷകൾ ചോദിക്കാം. സർ, campaign did speak. How much confident you are? Very confident. I'm getting a lot of very good response. For example, these are areas where at one time Congress was not very strong. The response is very good, very warm. I am quite sure we'll win. You were the MP from East Delhi. Why you chose New Delhi Assembly constituency? Party decided. Party said no, you should come up and challenge the Chief Minister himself, because I've been critiquing him constantly, showing all his false claims. So I think I had a very good agenda prepared against him, and it's making an impact. New Delhi, early a bastion of Sheila Dikshit. Is her track record an advantage? Absolutely. Everybody is talking about the work she has done, and that's Congress's track record. So we will get a lot of advantage because of that. But in last two elections, Congress secured only 6% vote. Yes. Is it easy to get back the traditional It vote is, bank? because there's almost a 15-20% vote of the Congress that was not voting for Congress because they thought we were not a serious fighter. That which is that solid Congress vote is going to come back to us. So we will easily get to about 25-26%, and then it just is to add another 10%, which is not a very difficult number to win. Will Congress support Aam Aadmi Party if they won't get the No majority? chance. The question doesn't arise. We will see when it happens. Congress will get a majority on its own. It's not a problem. How many seats? 38 to 40. I'm thinking plus 38 seats.
who is the principal opponent in Delhi? Aam Aadmi Party? In different areas. For example, this belt, it is probably the BJP. Some other belts, it is the Aam Aadmi Party. It's different in different areas. In Delhi? I'm talking of New Delhi. In Delhi, again, it's different. Some areas BJP is strong, some areas AAP is strong, but AAP has been faltering everywhere. And I think Congress should do well in all the regions. What's the future of India bloc? Because two principal parties. India bloc is not a problem. India bloc was not there for state elections. It was only for the national elections. And the national election alliance still stands. So it's not a problem with the India alliance at all. Okay, Thank you. Thank you, boss. Okay, yeah. Thank you. തീർച്ചയായും വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് അധികാരത്തിലെത്തും, ഒപ്പം തന്നെ ന്യൂഡൽഹിയിൽ താൻ വന്നതോടുകൂടി മത്സരം കടുക്കുകയാണെന്ന് കൂടി പറയുന്നു. അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെടുമെന്ന പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കെ പി ദിനേശിനൊപ്പം ന്യൂഡൽഹിയിൽ നിന്ന് ER രാഗേഷ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്ര ഇന്ന് മലപ്പുറം ജില്ലയിലാണ്. രാവിലെ 10 മണിക്ക് നിലമ്പൂർ എടക്കരയിലാണ് ഇന്ന് യാത്രയ്ക്ക് സ്വീകരണം. നിലമ്പൂർ മുൻ MLA PV അൻവർ യാത്രയിൽ പങ്കെടുക്കും. തന്നെ ഔദ്യോഗികമായി ക്ഷണിച്ച സാഹചര്യത്തിൽ യാത്രയുടെ ഭാഗമാകുമെന്ന് PV അൻവർ വ്യക്തമാക്കിയിരുന്നു. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, കുറച്ചധികം നാളായി ഈ ഒരു ശ്രമം അൻവർ തുടങ്ങിയിട്ട്, എന്തായാലും അൻവറിനെ ഈ യാത്രയിൽ പങ്കെടുപ്പിക്കാൻ അല്ലെങ്കിൽ ഈ യാത്രയുടെ ഭാഗമാക്കുന്നതിൽ UDF-നും പ്രത്യേകിച്ച് നേരിട്ട് തന്നെ ക്ഷണം കിട്ടിയെന്ന് അൻവർ പറയുന്ന സ്ഥിതിക്ക് അവർക്ക് കൂടി വിരോധമില്ല. അങ്ങനെ ആ ഒരു സഹകരണം യാഥാർത്ഥ്യമാവുകയാണോ? ഗുഡ് മോർണിംഗ്. PV അൻവർ ആദ്യമായിട്ടാണ് ഔദ്യോഗികമായിട്ട് UDF-ന്റെ ഒരു പ്രതിഷേധ അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമാകുന്നത്. ഈ മലയോര വിഷയവുമായിട്ട്, മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന വിഷയവുമായിട്ട് അൻവർ ഉയർത്തിയ ആവശ്യങ്ങൾ, അതല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങൾ, അത് UDF കൂടി ഏറ്റെടുക്കുന്നു എന്നാണ് അൻവറിൻ്റെ ഒരു അവകാശവാദം. അവിടെ VD സതീശൻ നിലമ്പൂരിലെത്തുമ്പോൾ നിലമ്പൂരിലെ മുൻ MLA കൂടിയായ PV അൻവർ അതിൻ്റെ ഭാഗമാവുന്നത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള ഇനിയുള്ള നീക്കങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാം, MLA സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷവുമായിട്ട് പോര് പ്രഖ്യാപിച്ചിരിക്കുന്ന PV അൻവർ ഇനി UDF അല്ലാതെ മറ്റൊരു വഴി മുമ്പിലില്ല. അൻവറിനെ സംബന്ധിച്ച് UDF-നെ എല്ലാ തരത്തിലും സഹായിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ നിരുപാധികമായിട്ടുള്ള പിന്തുണ കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞാണ്. പക്ഷേ UDF-ലേക്ക് എടുക്കുന്നത് സംബന്ധിച്ച് ഇപ്പോഴും ചർച്ചകളൊക്കെ എവിടെയോ എത്തി നിൽക്കുന്നു. അത് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല. ആ ഒരു ഘട്ടത്തിലാണ് അൻവറിൻ്റെ UDF-ന്റെ ജാഥയിലേക്ക്, പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് ഔദ്യോഗികമായിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത്. എന്നാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് ഇത് UDF-ലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ തുടക്കമായിട്ട് തന്നെ വേണം കാണുവാൻ. UDF-നാകട്ടെ അൻവറുമായിട്ടുള്ള ഒരു അകലം കുറയ്ക്കുന്നതിന്, അൻവറിനെ UDF-ലേക്ക് അടുപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള പരിപാടികൾ സഹായകം. ഇന്നലെയും മുസ്ലിം ലീഗിൻ്റെ ഈ പ്രളയ ദുരിത സഹായ വീടുകൾ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനത്തിന് താക്കോൽ കൈമാറ്റ ചടങ്ങിൽ അൻവർ പങ്കെടുത്തിരുന്നു. അങ്ങനെ അൻവർ പതിയെ UDF-ന്റെ പരിപാടികളിൽ സജീവമാകുന്നു, UDF-ന്റെ വേദികളിൽ സജീവമാകുന്നു. അങ്ങനെ അല്പമാസങ്ങൾക്കുള്ളിൽ, ഏതാനും വൈകാതെ അദ്ദേഹം UDF-ന്റെ ഭാഗമാകുമെന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടി വരും എന്ന പ്രതീക്ഷയാണ് അൻവറിനൊപ്പമുള്ളവർക്ക്. അൻവറിനാകട്ടെ UDF-ന്റെ പരിപാടിയിൽ ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് പങ്കെടുക്കുന്നു. ഇതൊരു UDF-ലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അദ്ദേഹം കാണുകയും ചെയ്യുന്നുണ്ട്. അനുമോദ്, ഈ വിഷയത്തിൽ ഇപ്പോൾ നേരത്തെ അൻവർ ഇങ്ങനെ ഒരു സഹകരണത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ നിൽക്കുന്ന സമയത്താണ് തൃണമൂലിലേക്കുള്ള അൻവറിൻ്റെ പോക്കുണ്ടായത്. UDF അൻവറുമായി സഹകരിക്കണമെന്ന ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന സമയത്ത്, അപ്പോൾ ഈ അൻവറുമായിട്ടുള്ള സഹകരണത്തിൽ UDF-നകത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് തന്നെ വിരുദ്ധ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടല്ലോ. കോൺഗ്രസ് ഇത് അൻവർ ഒരു ചവിട്ടുപടിയായി കാണും എന്നൊരു ധാരണ കോൺഗ്രസിന് ഇല്ലാതിരിക്കുകയുമില്ലല്ലോ. തീർച്ചയായും അൻവറിൻ്റെ UDF-ലേക്കുള്ള അപേക്ഷ അത് എല്ലാ നേതാക്കളുടെയും മുൻപിൽ എത്തി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഈ UDF-ന്റെ യോഗത്തിന് മുൻപ് അദ്ദേഹം എല്ലാ UDF നേതാക്കൾക്കും UDF-ന്റെ ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ആ UDF യോഗം അത് പൂർണ്ണമായിട്ടും ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ UDF-ൽ അൻവറിനെ എടുക്കുക എന്നുള്ളത് ഇപ്പോൾ UDF-ന് മുമ്പിൽ നിൽക്കുന്ന സജീവമായിട്ടുള്ള ഒരു ആവശ്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇതിന് കുറെ കൂടി വേഗം കൈവരും. കാരണം അൻവറിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നിലമ്പൂരിൽ നേരിടുക ഈ ഒരു ഘട്ടത്തിൽ UDF തയ്യാറാവുകയില്ല. അൻവറിനെ സംബന്ധിച്ച്
അവിടെ ഇടതുപക്ഷത്തിനെതിരെ തൻ്റെ സാന്നിധ്യം ഉറപ്പിക്കാൻ, തൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ UDF സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അങ്ങനെ UDF സഹായിക്കുമെന്ന് പറഞ്ഞ ഒരാളെ എന്ത് കാരണവശാലും ഒഴിവാക്കുവാൻ UDF കഴിയുകയില്ല. പക്ഷേ അതിന് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തെ UDF ഭാഗമാക്കുന്നതിന് ഇനിയും സമയമെടുക്കും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ സമയമൊക്കെ ആവട്ടെ, സാഹചര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നോക്കട്ടെ എന്നൊരു നിലപാടാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ അൻവറിനെ എടുക്കാൻ കഴിയുകയില്ല എന്ന നിലപാടിൽ എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശൻ്റെ തന്നെ സമീപനമാണ്. അതിൽ അദ്ദേഹത്തിനോട് അൻവർ നിരുപാധികം മാപ്പ് പറയുക കൂടി ചെയ്ത സാഹചര്യത്തിൽ അൻവറിനെ UDF ഭാഗമാക്കാൻ ആർക്കും വലിയ വിരോധം ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ തിടുക്കപ്പെട്ടൊരു പ്രഖ്യാപനത്തിലേക്ക് UDF പോകുകയില്ല. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോടടുപ്പിച്ചായിരിക്കും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. എന്താണെങ്കിലും ഇന്നത്തെ VD സതീശൻ്റെ വേദിയിലെ സമരവേദിയിലെ അൻവറിൻ്റെ സാന്നിധ്യം അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിട്ടാവുക അൻവർ വിലയിരുത്തുക. അൻവർ അത്തരത്തിൽ തന്നെ തൻ്റെ രാഷ്ട്രീയത്തിലെ മാറ്റത്തിൻ്റെ തുടക്കം ഔദ്യോഗികമായിട്ട് VD സതീശൻ്റെ പ്രതിഷേധ പരിപാടികളിലേക്കുള്ള ക്ഷണം അത് ആ തരത്തിൽ തന്നെയായിരിക്കും അദ്ദേഹവും പ്രചരിപ്പിക്കുക. ശരി, എന്തായാലും ഇന്നത്തെ ദിവസം ആ വേദിയിൽ എന്താണ് അൻവറിനെ കുറിച്ച് സതീശൻ പറയുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. കാരണം അതൊരു സൂചനയായിരിക്കും എങ്ങനെയായിരിക്കും അൻവറിൻ്റെ UDFിലേക്കുള്ള പ്രവേശനം, അല്ലെങ്കിൽ UDFുമായി ബന്ധപ്പെട്ട അൻവറിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ ഇന്നത്തെ ആ പ്രതിഷേധ യാത്രാ വേദിയിലേക്ക് നമുക്ക് എന്തായാലും ഉറ്റുനോക്കാം. അനുമോദാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്. ഇനി മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക്. BDJS NDA വിടാൻ ആലോചിക്കുന്നു, അല്ലെങ്കിൽ NDA വിടണമെന്ന ആവശ്യം ഉയർന്നു വരുന്നു BDJSനകത്ത് എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം News 18 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു BDJS NDA വിടില്ല. BJP ബന്ധം ഉപേക്ഷിക്കണമെന്ന് ചില പ്രാദേശിക നേതാക്കൾ ഉയർത്തുന്നത് അവരുടെ അഭിപ്രായം മാത്രമാണ്. NDA വിടണമെന്ന പ്രമേയം കോട്ടയത്തെ യോഗത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തേക്ക് വരും ദിവസം BDJS പ്രതിനിധിയെ നിയോഗിക്കുമെന്നും തുഷാർ News 18നോട് പറഞ്ഞു. അങ്ങനൊരു പ്രമേയം അങ്ങനൊരു യോഗത്തിൽ വന്നിട്ടില്ല. ഞാൻ ആ മീറ്റിങ്ങിൽ ചെന്നതിന് ഒരു 10-20 മിനിറ്റ് നേരം അവിടെ മീറ്റിങ്ങിൽ പങ്കെടുത്ത് പോയി. ആ സമയത്ത് അങ്ങനെ ആ സമയത്തല്ല, അതിന് ശേഷവും അതിന് മുമ്പും അങ്ങനെ പ്രമേയം വന്നിട്ടില്ല. പ്രമേയം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായതെന്ന് പറയുന്നത്, കാര്യം ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാം. പഞ്ചായത്ത് തലം മുതലുള്ള ജില്ലാ തലം വരെയുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, സംസ്ഥാന നേതാക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് തലത്തിലുള്ള ചില നേതാക്കന്മാർ അവർക്കുണ്ടായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതുകൊണ്ട് മറ്റൊരു രീതിയിൽ കൂടെ ആലോചിച്ചുകൂടെ എന്നുള്ള തരത്തിലുള്ള ചർച്ച വന്നു എന്നുള്ളതല്ലാതെ ഒരു NDAയിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റൊരു ഏതെങ്കിലും LDF UDFിലേക്ക് പോകണം എന്നുള്ള തീരുമാനം അവിടെ എടുക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധിക്കുകയോ ഉണ്ടായിട്ടില്ല. അതാണ് സത്യാവസ്ഥ. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, തുഷാർ കാര്യങ്ങളൊക്കെ മയപ്പെടുത്തി പറയുന്നുണ്ട്, പക്ഷെ അത്ര മയപ്പെട്ടല്ല. ഈ പ്രമേയം അവതരിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ വന്നതാണ്. അദ്ദേഹം പ്രസംഗിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഉൾപ്പെടെ കാണിച്ചതാണ്. അന്ന് രാവിലെ നമ്മളോട് സംസാരിക്കുമ്പോൾ BDJSന്റെ പഞ്ചായത്ത് പ്രതിനിധിയല്ല, കോട്ടയം ജില്ലാ പ്രസിഡന്റ് തന്നെ നമ്മളോട് പറഞ്ഞതാണ് ഈ മുന്നണിക്കകത്ത് അവഗണനയാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വിടണം എന്നൊരു അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞതാണ്. കാര്യങ്ങൾ മയപ്പെടുന്ന തരത്തിൽ BDJSുമായൊരു BJP തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ NDA തലത്തിലൊരു ചർച്ച നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തുഷാർ ഹാപ്പിയാണ്, ഇങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, കഴിഞ്ഞ 9 വർഷക്കാലമായി NDAയോടൊപ്പം ചേർന്ന് പോകുന്ന പാർട്ടിയാണ് BDJS. പക്ഷേ നമുക്കറിയാം പല ഘട്ടത്തിലും അതിനുള്ളിൽ തന്നെ NDAയ്ക്കുള്ളിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണനയുടെ അത് പുകയുകയും പിന്നീട് അത് പ്രതികരണങ്ങളായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന BDJSന്റെ യോഗത്തിൽ NDA വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തത് BDJS സംസ്ഥാന നേതാക്കന്മാരടക്കം പങ്കെടുത്ത തുഷാറിന്റെ സാന്നിധ്യത്തിലുള്ള യോഗത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രമേയം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ നമ്മൾ കാണുമ്പോൾ തുഷാർ ആ ഒരു നിലപാടിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചിരുന്ന അതൃപ്തിയാണ്. അതായത് സ്പൈസസ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തേക്കടക്കം ആദ്യഘട്ടത്തിൽ BDJS പ്രതിനിധി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റുകയും അത് നൽകുകയും ചെയ്തിരുന്നില്ല. ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് സ്പൈസസ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ BDJS പ്രതിനിധി എത്തുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുമ്പോൾ അതിനകത്ത് ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം
നമുക്ക് ഉറപ്പിക്കാം. അത്തരത്തിലൊരു അനുനയ ശ്രമം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു തുഷാർ ഉറപ്പിച്ച് പറഞ്ഞു, NDA വിടുക എന്നുള്ള ഒരു ആലോചന BDJയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ ഇല്ല. മാത്രമല്ല, തങ്ങൾ മുന്നണിയിൽ തൃപ്തരാണ്. ചില പ്രാദേശിക നേതാക്കന്മാർ അവരുടെ അഭിപ്രായം, ചില ബുദ്ധിമുട്ടുകൾ മുന്നണിയിൽ നിന്നുണ്ടായതിനെ സംബന്ധിച്ച് പറഞ്ഞു എന്നതിനപ്പുറം അവർ മറ്റുള്ളവർ ഇതിനകത്ത് തൃപ്തരാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജന ചർച്ചകളടക്കം തങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 1-ാം തീയതി അടിയന്തര യോഗം BDJസിന് ചേരുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതൊരു സാധാരണ യോഗം മാത്രമാണ് എന്നുള്ളതാണ് തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരിക്കുന്നത്. UDFിലേക്കോ LDFിലേക്കോ പോകുന്നതിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെ കുറിച്ചോ തങ്ങൾ ചിന്തിച്ചിട്ടേയില്ല. മാത്രമല്ല, ഉടനെ തന്നെ അധികാരത്തിലെത്തും എന്നുള്ള പ്രതീക്ഷയിലല്ല, അല്ലെങ്കിൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലല്ല NDAയിലെത്തിയത്. പടിപടിയായി NDA വോട്ട് ഷെയർ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ NDA വിട്ട് മറ്റൊരു തലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിലവിൽ ആലോചിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും BDJs ഉന്നയിച്ച വിഷയങ്ങളിൽ അല്ലെങ്കിൽ അവർ പങ്കുവച്ച അതൃപ്തികളിൽ പരിഹാരം കണ്ട് ഈ സ്പൈസസ് ബോർഡിന്റെ തലപ്പത്തടക്കം BDJs പ്രതിനിധിയെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ തുഷാർ നിലപാട് അറിയിക്കുന്നു. തൽക്കാലം NDA വിടാൻ BDJs ആലോചിക്കുന്നില്ല. BDJസിനെ വേണ്ട രീതിയിൽ തന്നെ NDA പരിഗണിക്കുന്നുണ്ട് എന്നതാണ് തുഷാറിന്റെ നിലപാട്. കോട്ടയം സമ്മേളനത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ തുഷാർ പാടെ തള്ളിക്കളയുകയാണ്. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.